ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ്, അല്ലെങ്കിൽ അത് നല്ല ആത്മാവായി മാറുകയോ ദുരാത്മാവ് മാറുകയോ, ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. അയാളുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുക? അപ്പോൾ ഞങ്ങൾ റിയൽ ഹോണ്ടഡ് ലൊക്കേഷൻസ് മാത്രമേ ചൂസ് ചെയ്തിരുന്നുള്ളൂ ബിഗിനിങ്. പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ റിയൽ ഹോണ്ടഡ് ലൊക്കേഷൻ വിട്ടുപിടിച്ചോളൂ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹൊറർ റിയാലിറ്റി സീരീസ് ഞാൻ ക്രിയേറ്റഡ് ആൻഡ് ഡയറക്റ്റഡ് ഫോർ MTV, കോൾഡ് MTV ഗേൾസ് നൈറ്റ് ഔട്ട്. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് വെൻറ്റ് ഓൺ ഇൻ 2011 ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ഐഡിയ എനിക്ക് തോന്നി. മലയാളി ഓഡിയൻസ്, ഇതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഈ ഹൊറർ സൂപ്പർ നാച്ചുറൽ ഇങ്ങനെയുള്ള സിനിമ കാണുന്ന ആ ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ കോഞ്ചറിങ് കാണാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാരനോമൽ ആക്ടിവിറ്റി കാണാൻ പോകുന്ന ആൾക്കാർ, ആ ഒരു ഓഡിയൻസ് ആണ് നമ്മുടെയും ഈ ഫിലിമിൻ്റെ ഒരു ഓഡിയൻസ്. ഓർ ഈച്ച് ആൻഡ് എവറി ലൈറ്റ് 17 ക്യാമറാസ് വി യൂസ്ഡ്. ഈ 17 ക്യാമറാസിന് ലൈറ്റിംഗ് ഇറ്റ് യൂസ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഞങ്ങൾ പ്രീ ലൈറ്റ് ചെയ്യാനുണ്ട് ഈ ബംഗ്ലാവിന് ചുറ്റും, പിന്നെ അതിനകത്തും ഫുൾ ക്യാമറാസ് റിഗ് ചെയ്ത് ഫുൾ ലൈറ്റപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് വിട്ടു. ആ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് ഫുൾ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സബ്ജക്റ്റ് ഞാൻ അറൗണ്ട് 2014-15 ഞാൻ ഒരിക്കൽ റസൂലിനകത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞു. ആ സമയത്ത് റസൂൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയും ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്തു അതിനകത്ത്. കുറച്ച് വർക്കിന് ശേഷം പിന്നെ റസൂലിൻ്റെ വലിയ വലിയ പ്രോജക്ട്സ് വന്നു. ഈ ഗോഡ് ടു സീ ദാറ്റ്. പിന്നെ പാൻഡമിക് വന്നു. പിന്നെ അത് ഞാൻ വെച്ചാൽ നടക്കില്ല എന്ന് വിചാരിച്ചു. ഈ റിവർ ക്രോസ് ചെയ്തിട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പുറത്താണ് ലോകത്തെത്താൻ പറ്റും, ബി ഇറ്റ് ഹെവൻ ഓർ ഹെൽ. അപ്പോൾ അതാണ് ആ പെയിൻറ്റിങ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം പിച്ച് ഡാർക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിപ്ലോയ് ചെയ്ത് കേക്കോ ഡിപ്ലോയ് ചെയ്തത് ഇൻഫ്രാറെഡ് ലൈറ്റിംഗ്. ഇൻഫ്രാറെഡ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈറ്റ്സ് നമുക്ക് കാണാം, നമുക്ക് പരസ്പരം കാണാൻ പറ്റും. അപ്പോൾ ഇൻഫ്രാറെഡ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പിച്ച് ഡാർക്കിലായിരിക്കുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈറ്റും ഉണ്ടാവില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, പിച്ച് ഡാർക്ക്നെസ്. ഈ ലൈറ്റ് സെൻസ് ചെയ്യുന്ന ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സെൻസറി ഉള്ള ക്യാമറയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വടക്കൻ എന്ന ഏറ്റവും പുതിയ സിനിമയുടെ സംവിധായകൻ സജീദാണ് ഇന്ന് സിനിമാ പ്രാന്തനിൽ കൂടെ ഉള്ളത്. സജീദേട്ടാ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. സോ വടക്കൻ ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഞാൻ ചെയ്യട്ടെ, ഈ ഒരു ടൈറ്റിൽ ഇതൊരു പ്രത്യേക റീജിയണോ അങ്ങനെയൊന്നും എടുത്തു പറയുന്നില്ല. ഈ വടക്കൻ എന്നുള്ളൊരു ടൈറ്റിൽ ഇതിന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. ഈ ഒരു ടൈറ്റിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? വടക്കൻ ഇപ്പം ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പേരില്ലായിരുന്നു സ്റ്റോറിക്ക്. ഞങ്ങൾ പേരില്ലാതെയാണ് ഈ കഥ എഴുതി തുടങ്ങിയതൊക്കെ. അപ്പോൾ ഒത്തിരി പേരുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് കഥയുടെ മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽസിങ്കിയിൽ നിന്നും ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റർ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു ത്രെഡ്. അപ്പോൾ ഹെൽസിങ്കി എന്ന് പറയുന്നത് അങ്ങ് നോർത്തിൽ കിടക്കുന്ന, നോർത്ത് പോളിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മിത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതും നോർത്തേൺ മലബാറിലെ ഒരു സ്പേസിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വടക്ക് നിന്നൊരാളാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് വടക്കൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു. പുണ്ണിച്ചേട്ടൻ ഇതുപോലെ ഒരു കോഫി ഷോപ്പിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇത് നല്ല പേരാടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വളരെ ഓർഗാനിക്കലി വന്നെങ്കിൽ ഫിറ്റായൊരു പേരാണ്. ഇപ്പം എങ്ങനെയുണ്ട് മൂവിയുടെ ടോട്ടൽ റെസ്പോൺസസ് ഒക്കെ? മൂവിയുടെ റെസ്പോൺസ് ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളെങ്കിലും ഒന്നും എന്താ പറയുക, ഒത്തിരി റിവ്യൂസ് വരുന്നുണ്ട്. റിവ്യൂസ് പോസിറ്റീവാണ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്സ് തരുന്നുണ്ട്. പിന്നെ ഇതൊരു ജോണർ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സൂപ്പർ നാച്ചുറലാണ്. അതിനകത്ത് എന്താ പറയുക, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു ഫിലിം അല്ല ഇത് വെരി ഒരു സ്കേറി ഫിലിമാണ്. അപ്പം ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ക്യാച്ച് ഓൺ. ഈ ഒരു മലയാളി ഓഡിയൻസിന് ഇത് റീച്ച് ഔട്ട് ചെയ്യാനായിട്ടൊരു പാടാണെന്ന് തോന്നുന്നുണ്ട് ഇത്തരത്തിലൊരു ജോണർ ആയതുകൊണ്ട്? ഇല്ല, ഇൻഫാക്ട് നേരെ തിരിച്ചാണ്. ഒത്തിരി പേര് ഡയറക്റ്റ്ലി നമുക്ക് ഇൻസ്റ്റയിലും മറ്റുമൊക്കെ DM അയച്ചിട്ട് നമ്മളത് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളി ഓഡിയൻസ്, ഇതിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഈ ഹൊറർ സൂപ്പർ നാച്ചുറൽ ഇങ്ങനെയുള്ള സിനിമ കാണുന്ന ആ ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ കോഞ്ചറിങ് കാണാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാരനോമൽ ആക്ടിവിറ്റി കാണാൻ പോകുന്ന ആൾക്കാർ, ആ ഒരു ഓഡിയൻസാണ് നമ്മുടെയും ഈ ഫിലിമിൻ്റെ ഒരു ഓഡിയൻസ്. അല്ല, ഞങ്ങളിത് വളരെ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ 18 and 35, അതിന് താഴെ മുകളിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 35 എബോവുള്ളവർക്ക് കാണാം, ദർസ് നോ പ്രോബ്ലം. ബട്ട് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഗ്രൂപ്പാണ്, ഏജ് ഗ്രൂപ്പാണ്. അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാം ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹൊറർ എന്നതിനെ പറയാൻ പറ്റില്ല, സൂപ്പർ നാച്ചുറൽ ജോണർ ആണ് വരുന്നത്. സോ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ബേസ് ചെയ്തൊരു മൂവി, അതൊരു റിയാലിറ്റി ഷോ, അതിൽ ആ റിയാലിറ്റി ഷോ ത്രൂ ഇതിന്റെ സ്റ്റോറി നറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? ഇതിനകത്ത് ഇതിൻ്റെ ഒരു മിത്തിക്കൽ സ്റ്റോറി ഞാൻ പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റോറി, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതിൽ നിന്നൊരു ഗോസ്റ്റ് വരുന്നു, ആ ഒരു സംഭവം അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം 2011-10 ടൈമിൽ ഞാൻ MTVക്ക് വേണ്ടിയിട്ട്, ഞാൻ ആ സമയത്ത് MTV ക്വിറ്റ് ചെയ്തിട്ട് ബിക്കമിങ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹൊറർ റിയാലിറ്റി സീരീസ് ഞാൻ ക്രിയേറ്റഡ് ആൻഡ് ഡയറക്റ്റഡ് ഫോർ MTV,
കോൾഡ് MTV Girls Night Out. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് വെൻറ്റ് ഓൺ ഇൻ 2011 ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. കാരണം MTV വളരെ ഇതായിരുന്നു, അതായത് വി ഓൺലി വാണ്ട് റിയൽ ഹോണ്ടഡ് ലൊക്കേഷൻസ്. അപ്പോൾ ഞങ്ങൾ റിയൽ ഹോണ്ടഡ് ലൊക്കേഷൻസ് മാത്രമേ ചൂസ് ചെയ്തിരുന്നുള്ളൂ ബിഗിനിങ്ങിൽ. പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ റിയൽ ഹോണ്ടഡ് ലൊക്കേഷൻ വിട്ടുപിടിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസ്. അപ്പോൾ അവിടെ നിന്നാണ്, അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഞാൻ ആ സ്റ്റോറിയും ഈ ഒരു എന്താ പറയുക റിയാലിറ്റി ആംഗിളിലൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിറ്റ് വരുന്നത് അതിനകത്ത്. അങ്ങനെയാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയതും ഇതിനെക്കുറിച്ച്. പിന്നെ അപ്പോഴാണ് അത് കെയിം ഔട്ട് നൈസ്ലി. MTVയിലെ ആ റിയാലിറ്റി ഷോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോഴും ഒരു അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ. ആയിരിക്കണം. ഞാനിപ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് അല്ല, പക്ഷേ ആരോ എന്നെ ഒരു ട്രെയിലർ കാണിച്ചു തന്നിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾ അന്ന് ചെയ്ത അതിൻ്റെ ഒരു എലമെന്റ് വെച്ചിട്ട് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്തതാണ് എൻ്റെ തോന്നൽ. ഐ ഡോണ്ട് നോ ക്ലിയർലി. ഇതിന് വേണ്ടിയിട്ട് വടക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ, ആ ഒരു ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹോണ്ടഡ് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അത് മതി എന്ന തീരുമാനത്തിൽ എത്തിയത് എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് നമ്മൾ ഒത്തിരി ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അതായത് കുട്ടിക്കാനത്ത്, വാഗമൺ, ആ ഭാഗങ്ങളിൽ, ഇടുക്കിയിൽ, പാലക്കാട് സൈഡിൽ, നമ്മുടെ ശിരുവാണി, ആ ഭാഗങ്ങൾ ഒത്തിരി ലൊക്കേഷൻസ് നമ്മൾ കണ്ടിരുന്നു. ബട്ട് ഇവിടെ എപ്പോഴും നമ്മൾ ഈ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനോ സിനിമാറ്റോഗ്രാഫേഴ്സിനോ സംഭവമുണ്ട്. അതായത് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ കിട്ടുമ്പോൾ ടക്കെന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ കത്തുക. അപ്പോൾ ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ കുട്ടിക്കാനത്തുള്ള ഈ ഒരു ബംഗ്ലാവിൽ എത്തിയത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് DOP ഞാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പെർഫെക്റ്റ് ആണ് ഇതിനകത്ത്. അപ്പോൾ തന്നെ നമ്മൾ 5 മിനിറ്റ് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്തത്. ഓക്കെ ഇത് നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് ഇത് ഇവിടെ മാറ്റണം, ഇതിങ്ങനെ സാധനം മാറ്റണം, ഇങ്ങനെ ഡാർക്ക് ആക്കണം, ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെക്കണം. അങ്ങനെ പെട്ടെന്ന് പ്രൊഡക്ഷൻ ഡിസൈനർ ബാബക്ക ഉണ്ടായിരുന്നു, ബാബക്കയും ഓൺ ദ ജോബ് ആയിരുന്നു. അപ്പോൾ എവറിത്തിങ് ജസ്റ്റ് ഫെൽ ഇൻ പ്ലേസ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് അതിന് ആ ബംഗ്ലാവ് കണ്ടെത്താൻ ഒത്തിരി സമയം എടുത്തു ഞങ്ങൾക്ക്. ഏകദേശം 3 മാസത്തോളം സമയം എടുത്തു. അത് ഒത്തിരി ബംഗ്ലാവിൽ ഫ്രം ട്രിവാൻഡ്രം മുതൽ ഞങ്ങൾ കർണാടക വരെ പോയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ലുക്കുള്ള ബംഗ്ലാവ് കിട്ടാനായിട്ട്. ഫൈനലി അത് ഇവിടെ അടുത്ത് തന്നെ കിട്ടിയിരുന്നു. സോ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഇപ്പം കിഷോർ സാറിനെ മെയിൻ ലീഡ് ആൻഡ് മെറിൻ, ഇവരിലെ ഈ ഒരു കാസ്റ്റിങ്ങിലേക്കൊക്കെ എത്തിയത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇതിൻ്റെ മെയിൻ കഥാപാത്രത്തിൻ്റെ പേര് രാമൻ പെരുമല എന്നാണ്. അപ്പോൾ പുള്ളി ഒരു എന്താ പറയുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളം വിട്ട് യൂറോപ്പിലേക്ക് പോകേണ്ടി വന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു ലവ് അഫെയർ, ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം പുള്ളി പിന്നെ ഇന്ത്യ വിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പം രാമൻ പെരുമല എന്ന ക്യാരക്ടറിൻ്റെ പ്രസൻറ്റ് ഹെൽസിങ്കിയിൽ പുള്ളി ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്ത് നടക്കുന്ന ഒരു സമയമാണ് പുള്ളിയുടെ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഒത്തിരി പേരുകൾ ഇങ്ങനെ നോക്കി. ഓക്കെ ഇയാളെ പറ്റും അങ്ങനെ ഒരു കോമ്പിനേഷൻസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിലിമിനറി ടൈം ആയിരുന്നു ഇത്. ഞങ്ങൾ കാസ്റ്റിംഗിലോട്ടും കയറിയിട്ടില്ല. ആ സമയത്ത് ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീബ വർഗീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഓരോ പേരുകൾ ഇങ്ങനെ ബൗൺസ് ചെയ്ത് വന്നപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞ് കിഷോറിന് ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ, നിങ്ങൾ കിഷോറിനെ ഒന്ന് പിച്ച് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ കിഷോറായിട്ട് പുള്ളി ഒരു സൂം കോൾ സെറ്റ് ചെയ്തു. കിഷോറിൻ്റെ സ്റ്റോറി സംസാരിച്ചു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല പറഞ്ഞു, വളരെ വേഗമായിട്ടാണ് ഞാൻ കിഷോറിൻ്റെ സ്റ്റോറി സംസാരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്നാണ് ആ മൂവ്മെൻ്റ് ആണത്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ കിഷോർ അതിന് ശേഷം സൂം കോൾ ചെയ്യും. പുള്ളി പറഞ്ഞു ക്യാൻ യു കം ആൻഡ് മീറ്റ് മീ ഇൻ ചെന്നൈ ഇൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു, ആ ആഴ്ച തന്നെ. അപ്പോൾ ഐ സെഡ് ഓക്കെ ഫൈൻ. ഞങ്ങൾ പോയി വി സ്പെൻഡ് ഓൺ ഹോൾ ഡേ കിഷോറിൻ്റെ കൂടെ. അന്ന് വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക്, അതായത് കിഷോറിൻ്റെ അടുത്ത് വെച്ചു സോ വെൻ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് മനസ്സിലായി പുള്ളി ഹി ലൈക്ക് ഇറ്റ് ആൻഡ് ഹി വാസ് ഓൺ. ഞാൻ അങ്ങോട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യാണ് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയോ അത് ഒരു ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് പുള്ളി പിന്നീട് എപ്പോഴും ഞങ്ങൾ എല്ലാം ഫിലിമെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് വന്നപ്പോൾ എന്നെ ഇതിനകത്ത് ഏറ്റവും ആകർഷിച്ചത് ഇതിനകത്ത് ഒരു മൾട്ടി ലെയർഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആൻഡ് അത് അങ്ങനെയുള്ള സബ്ജക്ട്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് സട്ടിൽ നുവാൻസോടുകൂടി പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കിട്ടാൻ. സാധാരണ എനിക്ക് കിട്ടുന്നതെല്ലാം പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ഓൾസോ. ഇതിൻ്റെ മേക്കിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ മൂവീസിനെ കമ്പയർ ചെയ്യുമ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. അതിൽ നമ്മൾ 1-2 ക്യാമറയ്ക്ക് പകരമായിട്ട് മൾട്ടിപ്പിൾ ക്യാമറാസ്, ഈവൻ ടോർച്ചിൽ വരെ ക്യാമറാസ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബംഗ്ലാവിൽ ചുറ്റുമാണെങ്കിൽ ഇൻഡോർ ആണെങ്കിൽ പോലും ഒരുപാട് ക്യാമറാസ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട് മൂവിയുടെ? ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ് ആക്ച്വലി ഇഫ് യു ആസ്ക് മീ പടത്തിൽ എൻ്റെ ഫേവറേറ്റ് ഭാഗം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫാണ്. ബിക്കോസ് അതിനകത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. ബിക്കോസ് ഒന്ന് ഇതിൻ്റെ ആ ഒരു CCTV ക്യാമറ ആംഗിളിൽ കൂടെ തന്നെ ഈ കഥ പറയണം. പിന്നെ ഈ അഡീഷണൽ ക്യാമറ ടോർച്ച് ലൈറ്റിനകത്തും അങ്ങനെയൊക്കെ ക്യാമറാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പിച്ച് ഡാർക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിപ്ലോയ് ചെയ്തത് കേക്കോ ഡിപ്ലോയ് ചെയ്തത് ഇൻഫ്രാറെഡ് ലൈറ്റിംഗ് ആണ്. ഇൻഫ്രാറെഡ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈറ്റ്സ് നമുക്ക് കാണാം, നമുക്ക് പരസ്പരം കാണാമല്ലോ. അപ്പോൾ ഇൻഫ്രാറെഡ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിച്ച് ഡാർക്കിലായിരിക്കുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈറ്റും ഉണ്ടാവില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. ഇറ്റ്സ് ഡാർക്ക്നെസ്.
ഈ ലൈറ്റ് സെൻസ് ചെയ്യുന്ന ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ സെൻസറി ഉള്ള ക്യാമറയിൽ കൂടെ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അതായത് PCR റൂമിൽ മാത്രമേ നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റത്തുള്ളൂ, നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇപ്പം ഇദ്ദേഹം ലൈറ്റ് ഇങ്ങോട്ട് തിരിക്കുകയോ അങ്ങോട്ട് തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ആ ലൈറ്റ്മാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഓൺ സെറ്റിൽ. ബിക്കോസ് അത് DOP കണ്ട് മോണിറ്ററിൽ നോക്കി ഡിസൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പുള്ളിക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ പുള്ളി കാണാൻ പറ്റും, ലൈറ്റ് ഇസ് ഫോളോയിങ് ബിഹൈൻഡ് യുവർ ഹെയർ എന്നൊക്കെയുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് അങ്ങനെ പുള്ളിക്ക് ജിഗേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈച്ച് ആൻഡ് എവറി ലൈറ്റ് 17 ക്യാമറാസ് വി യൂസ്ഡ്. ഈ 17 ക്യാമറാസിന് ലൈറ്റിംഗ് ഇറ്റ് യൂസ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ഞങ്ങൾ പ്രീ ലൈറ്റ് ചെയ്യാനുണ്ട് ഈ ബംഗ്ലാവിന് ചുറ്റും, പിന്നെ അതിനകത്തും ഫുൾ ക്യാമറാസ് റിഗ് ചെയ്ത് ഫുൾ ലൈറ്റപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് വിട്ടു. ആ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് ഫുൾ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് സീക്വൻസസ് വാസ് വെരി ചലഞ്ചിങ്. ഒന്ന് ആ പാർട്ട്. സെക്കൻഡ് ആക്ടേഴ്സിൻ്റെ ബുദ്ധിമുട്ട്. ആക്ടേഴ്സ് സാധാരണ ക്യാമറ കൗണ്ടർ ഷോട്ട്സ് ഒക്കെ നോക്കിയിട്ട് ആണല്ലോ ചെയ്യുന്നത്, എൻട്രി ഇവിടെ അവിടെ എക്സിറ്റ് എന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ലോങ് സീക്വൻസ് ആണ്. അതായത് ഇവർ വരുന്ന ഓരോരുത്തരൊക്കെ ബംഗ്ലാവിൻ്റെ ഡോർ തുറക്കുന്നു, ലിവിംഗ് റൂമിൽ പോകണം, അവിടെ ഇത് സംഭവിക്കും, അതിനുശേഷം ഈ റൂമിൽ പോകുന്നു, അതിനുശേഷം ഇവിടെ പോകുന്നു, അതിനുശേഷം ഇവിടെ വരുന്നു. അങ്ങനെയാണ് ഒരു കൊറിയോഗ്രാഫ്ഡ് മൂവ്മെൻറ്റ്സ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ ഒരാളെ കവർ ചെയ്യരുത്. അപ്പോൾ അതെല്ലാം ഇവർക്കൊരു വർക്ക്ഷോപ്പ് നടത്തി 10-15 ദിവസമുള്ള വർക്ക്ഷോപ്പ് നടത്തി ഇവർ ട്രെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ നമുക്ക് മൂത്തും മറ്റുള്ള റിയാക്ഷൻ കാണാൻ പറ്റുള്ളൂ. ഇവർക്കത് കാണാൻ പറ്റില്ല. ഒരു സൗണ്ട് ക്യൂസ് വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് പിച്ച് ബ്ലാക്ക്. അപ്പോൾ അത് വളരെ വളരെ ചലഞ്ചിങ് ആയ ഒരു സീക്വൻസ് ആണ്. പിന്നെ മാത്രമല്ല പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ പറഞ്ഞ ആ ഒരു സീക്വൻസ് ചിലപ്പോൾ 45 മിനിറ്റ്സ് എടുത്താണ് നമ്മൾ റിയലിൽ ഷൂട്ട് ചെയ്യാനാണ്. ഇത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 30 സെക്കൻഡ്സ് മാത്രമായിട്ട് മാറും. അപ്പോൾ അത് കംപ്രസ് ചെയ്ത് കൊണ്ടുവരിക, ഇത്രയും ക്യാമറാസ് മാച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് അത് വളരെ വളരെ ഡിഫിക്കൽട്ട് ഒരു ടാസ്ക്കാണ്. ഇറ്റ് ഇസ് വെരി ചലഞ്ചിങ് ടു ഡു ദാറ്റ്. ഇത്ര ഇപ്പോൾ 17 ക്യാമറയിൽ തന്നെ ഒരുപാട് ഫൂട്ടേജസ് ഉണ്ടല്ലോ. ഏകദേശം എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്? ഈ സീക്വൻസ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ 10 to 12 days ഉണ്ടായിരുന്നു ഈ നൈറ്റ് വിഷൻ സീക്വൻസസ്. മറ്റേതെല്ലാം നോർമൽ ഓൾ ഓവർ അറൗണ്ട് 35 ഡേയ്സോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോയത്. ഇതിന്റെ ഫസ്റ്റ് കട്ട് ശരിക്കും എത്ര ഉണ്ടായിരുന്നു ഡ്യൂറേഷൻ? ഫസ്റ്റ് കട്ട് ഒരു 2 hours 45 minutes. അവിടുന്ന് 2 hourലേക്കാണ് ട്രിം ചെയ്തത്. അപ്പൊ എന്തെങ്കിലും സ്റ്റോറിയിൽ അപ്പോൾ ചേഞ്ചസ് എങ്ങാനും പോസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം? ഇല്ല, ഭയങ്കര പേസിയാക്കി. ആദ്യം ഞങ്ങൾ ചെയ്ത് കുറച്ച് സ്ലോ പേസിൽ ആണ് ബിൽഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു സ്റ്റേജ് എത്തോളം ഫസ്റ്റ് കട്ട് സെക്കൻഡ് കട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സൗണ്ട് ഡിസൈനറുടെയും മ്യൂസിക് ഡയറക്ടറുടെയും കളേഴ്സിൻ്റെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തല്ലോ. അപ്പം പലരും പല പോയിന്റ്സും ഒബ്സർവേഷൻസും പറയാറുണ്ട്. അതൊരു ടീം എഫേർട്ടായിട്ട് ആ ഒരു സമയത്ത് റസൂൽ കുറേ പോയിന്റ്സ് പ്രപ്പോസ് ചെയ്തിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യാം. കാരണം പുള്ളി സൗണ്ട് എഡിറ്റ് പെർസ്പെക്റ്റീവിലാണ് പുള്ളി പോയത്. അത് കാരണം ഇത് നമുക്ക് കംപ്രസ് ചെയ്യാം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഓരോ സീൻസും ചിലത് 30 സെക്കൻഡ് കുറച്ചു, ചിലത് 5 മിനിറ്റ് കുറച്ചു, ചിലത് 1 മിനിറ്റ് കുറച്ചു, അങ്ങനെ കുറച്ചുകൊണ്ടാണ് ഈ ഒരു 2 hours എത്തിയത്. ഇതിൻ്റെ ക്രൂവിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഇപ്പം ഇത്രയും ഒരു ബ്രില്യൻ ക്രൂവിനെ തന്നെ കൊണ്ടുവരാനുണ്ടായൊരു ഡിസിഷൻ എന്തായിരുന്നു? റസൂൽ ഇതിനകത്ത് വന്നത് റസൂലിൻ്റെ കസിൻ ബ്രദറാണ്. ഞങ്ങൾ തമ്മിൽ പല കഥകളും സംസാരിക്കാറുണ്ട്. ബോംബെയിലെ സ്റ്റുഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഈ സബ്ജക്റ്റ് ഞാൻ അറൗണ്ട് 2014-15 ഞാൻ ഒരിക്കൽ റസൂലിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞിരുന്നു. ആ സമയത്ത് റസൂൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയും, ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്തു അതിനകത്ത്. കുറച്ച് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ റസൂലിൻ്റെ വലിയ വലിയ പ്രോജക്ട്സ് വന്നു. ഹീ ഗോട്ട് ബിസി ഇൻ ദാറ്റ്. പിന്നെ പാൻഡമിക് വന്നു. പിന്നെ അത് ഞാൻ വിചാരിച്ചു നടക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് റസൂൽ ഇതിനകത്ത് വന്നത്. ഫൈനലി വേറെ പ്രൊഡ്യൂസർ വന്നു. ഫൈനലി മൂവി ഈസ് മെയ്ഡ്. കെയ്ക്കോ നാക്കഹാര വരുന്നതെന്ന് പറഞ്ഞാൽ കെയ്ക്കോ നാക്കഹാര ഒരു ഫ്രണ്ടാണ്. വി നോ ഈച്ച് അതർ ഫോർ എ വെരി ലോങ് ടൈം. ഷീ ലൈക്ക് ഫ്രണ്ട് ആൻഡ് ഫാമിലി. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഐ ചെക്ക് ഹെർ അവൈലബിലിറ്റി ഫസ്റ്റ്. കാരണം ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ ജാപ്പനീസ് സിനിമകളാണല്ലോ, ഹൊറർ സിനിമകളാണല്ലോ ഏറ്റവും ലോകത്തിൽ ആൾക്കാർ കാണുന്നത്, ഏറ്റവും കൂടുതൽ ക്രീപ്പി ആയിട്ടുള്ള ഹൊറർ സിനിമാസ്. ഈ ജാപ്പനീസ് ആ ഒരു സ്റ്റോറി ടെല്ലിങ്, ആ ഒരു വിഷ്വൽ പാലറ്റ് സെറ്റിങ്ങിൽ അവർക്കൊരു പ്രത്യേക ഒരു ദേ ഹാവ് എ സ്പെഷ്യൽ ഐ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു കേക്കോട് ആ ഒരു സ്പേസ് എനിക്കറിയാം. കാരണം കേക്കോ ഫസ്റ്റ് ചെയ്ത ഫിലിം ഒരു ഹൊറർ ഫിലിമാണ് ഇന്ത്യയിൽ. അത് ഇതുവരെ റിലീസായിട്ടില്ല. അതിൻ്റെ ഫുട്ടേജസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഐ ഹാഡ് ഒബ്സർവ് ഷി ഹാസ് എ ഗ്രേറ്റ് ഐ ഫോർ ക്യാപ്ചറിങ് ദോസ് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ്. അങ്ങനെയാണ് കേക്കോടുത്ത് ഞാൻ സബ്ജക്റ്റ് പറഞ്ഞത്. കേക്കോ സെറ്റ് ഐ വിൽ ഡൂയിങ് ഇറ്റ്, ഐ വിൽ മേക്ക് മൈ സെൽഫ് അവൈലബിൾ ഫോർ ദിസ്. അങ്ങനെയാണ് കേക്കോയെ ഒരു മറ്റേ ബിഗ് ബഡ്ജറ്റ് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കേക്കോ ഈ ഒരു ചെറിയ ബഡ്ജറ്റ് പ്രോജക്ട്സിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് കേക്കോയുടെ എൻട്രി ചെയ്യുന്നത്. ഉണ്ണിയാർ സിമിലർലി ഉണ്ണിച്ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഇന്ന് കഥ പറഞ്ഞപ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ വൺ ഡേ വി മെറ്റ് ഫോർ ഡിന്നർ കൊച്ചിയിൽ വിസിറ്റിംഗ്. അപ്പോൾ ഞാൻ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇങ്ങനെയാണ് ഇത് കൊള്ളാലോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ ഇതിനകത്ത് ആഡ് ചെയ്തത്.
പിന്നെ മ്യൂസിക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിയലിൻ്റെ ആനന്ദ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഒരു ഔട്ടായിട്ടില്ല. അപ്പോൾ ആനന്ദും ഇതുപോലെ ആനന്ദിൻ്റെ കുറേ മ്യൂസിക് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ. ഞങ്ങൾ വി നോ ഈച്ച് അതർ. അപ്പോൾ അതാണ് ഒരു കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആനന്ദിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പടമാണ്, പാടണം. സേബ് ബംഗാഷ് US ബേസ്ഡ് ഗ്ലോബൽ മ്യൂസിഷ്യൻ, അവരെയും MTV കണക്ഷൻസ് വഴി അറിയാമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും പറഞ്ഞു മലയാളം പടമാണ്, ഇങ്ങനൊരു സോങ് ഉണ്ട്, ഒരു ഹിന്ദി സോങ് ആണ്. ഷീ ഓൾസോ കെയിം ഓൺ ബോർഡ്. അപ്പോൾ അങ്ങനെ പതുക്കെ ഹൂവർ ഐ വാസ് ടെല്ലിംഗ് ദ സ്റ്റോറി, എല്ലാവരും സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓൺ ബോർഡ് ആവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇറ്റ് ബിക്കേം വെരി ഈസി ഫോർ മീ ടു പുട്ട് എ നൈസ് ഗ്രൂപ്പ് ടുഗദർ. ഇറ്റ് വാസ് വെരി ഈസി. ഈ സിനിമയിൽ പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, ഇവരുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും റിയൽ ഇൻസിഡൻസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണോ? ഇല്ല, അത് തികച്ചും സാങ്കല്പികമാണ്. അത് ഞാൻ പറയുന്നത്, ഞാൻ പണ്ടൊരു ചെറിയൊരു കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എലാബറേറ്റ് ചെയ്ത് ഉണ്ണിച്ചേട്ടനോട് ഒന്നുകൂടി പുള്ളിയും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു വേൾഡ് ഒന്ന് വലുതാക്കിയെന്നില്ല. അതിനകത്ത് ഒരു റിയാലിറ്റിയുടെ യാതൊരു കണക്ഷനും. എനിക്കതൊരു ആ ഒരു പോർഷൻ കണ്ടപ്പോൾ എനിക്കൊരു ബുക്ക് വായിക്കും, നല്ല ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ള പോലത്തെ ഇതിന്റെ ചുറ്റും ഈ പുഴ വരെ വെട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും ആ ഒരു സ്റ്റോറി ഉണ്ടാക്കിയതിന്റെ? അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, ഇപ്പോൾ നമ്മൾ ഹൊറർ സിനിമ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഹോളിവുഡ് സിനിമകൾ കാണിച്ചിട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് എനിത്തിങ് ബിയോണ്ട് ദാറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കുറച്ച് ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ ഹൊറർ ജോണർ ഫിലിംസ് വരും. അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊസൈറ്റിയൽ സ്ട്രക്ചറോട് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ജാപ്പനീസ് ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സമൂഹത്തിൻ്റെ ട്രോമാസിനെയാണ് ഇത് കാണിക്കുന്നത്, അല്ലാതെ വെറും ഒരു എൻ്റർടൈനർ മാത്രമല്ല. അത് ആ സമൂഹത്തിൻ്റെ ട്രോമാസ് എന്ന് പറഞ്ഞാൽ ഏലിയനേഷൻ ഉണ്ട് അതിനകത്ത്. കാരണം ജപ്പാൻ വളരെ അഡ്വാൻസ്ഡ് അർബൻ സൊസൈറ്റിയാണ്, അത്രയും ഡെവലപ്ഡ് ആയാലും പക്ഷേ ആൾക്കാർ ഇതേ ലോൺലി. പിന്നെ അതുപോലെ അവരുടെ ഹിരോഷിമ നാഗസാക്കി ബോംബിങ്ങിൻ്റെ ട്രോമാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഹൊറർ ഫിലിംസ് എല്ലാം ഇതിൻ്റെ ഒരു എക്കോസ് കാണാൻ പറ്റും. കൊറിയൻ ഹൊറർ സിനിമയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്കൂൾസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂൾ ഹൊറർ സ്റ്റോറീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അത് ഇറ്റ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ എഡ്യൂക്കേഷണൽ പ്രഷർ വിച്ച് സ്റ്റുഡൻസ് ആർ ഫേസിങ്. ആ ഒരു റിയാലിറ്റിയാണ് അതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്നത്. അപ്പം ഹോളിവുഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഹോളിവുഡ് എപ്പോഴും ഒരു എബ്രഹാമിക് വേൾഡിലാണ് നിൽക്കുന്നത്, അതായത് മോസ്റ്റ്ലി കാത്തലിക് അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഗോസ്റ്റ് അല്ലെങ്കിൽ ലൂസിഫർ, സാറ്റൻ ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഹോളിവുഡ് നിൽക്കുന്നത്. അവിടെ ഒരു പ്രീസ്റ്റ് വരും, ബൈബിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദപുസ്തകത്തിലെ കുറേ സാധനങ്ങൾ ഉച്ചരിക്കും, ഹോളി വാട്ടർ തളിക്കും, പ്രീസ്റ്റ് ജയിക്കും, ഗോസ്റ്റ് തോൽക്കും. ജാപ്പനീസ് ഹൊറർ സിനിമകളിലോ കൊറിയൻ ഹൊറർ സിനിമകളിലോ അത് സംഭവിക്കാറില്ല. അവിടെ എപ്പോഴും വിൻ ചെയ്യുന്നത് സ്പിരിറ്റ് ആയിരിക്കും. അത് ഹൗ ഓവർ ബാഡ് ദ സ്പിരിറ്റ് ഇസ്, ബിക്കോസ് അത് ഡെലിബറേറ്റ്. ആ സമൂഹത്തിന്, ആ സൊസൈറ്റിയൽ സാധനത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ മേക്കേഴ്സ് പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലേണിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയിലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൊസൈറ്റിയൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് അതിപ്പം ഞാനത് എങ്ങനെ പറയുക, കോൺട്രവേഴ്ഷ്യൽ ആകാതെ പറയുകയാണെങ്കിൽ ആ ഒരു സൊസൈറ്റിയൽ സ്ട്രക്ചർ, എന്താ ഒപ്രഷൻ, അഗ്രഷൻ, അതോറിറ്റേറിയനിസം, ആ ഫ്യൂഡൽ സിസ്റ്റം, ഫ്യൂഡൽ സെറ്റപ്സ്, പണ്ടത്തെ ഫ്യൂഡൽ സെറ്റപ്സൊക്കെ അറിയാമല്ലോ, ആൾക്കാർ ലോവർ ആൾക്കാരെ അടിച്ചമർത്തിയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു പാസ്റ്റിൻ്റെ എക്കോ ഇപ്പോഴും കേരളത്തിൽ കിടപ്പുണ്ട്. യു ക്യാൻ ഫീൽ ഇറ്റ്. അപ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ആ ഒരു ക്യാൻവാസ് ആണ് ഈ ബാക്ക് സ്റ്റോറി പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ അവിടെയാണ് തെയ്യം ബ്യൂട്ടിഫുള്ളായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ആ തെയ്യത്തിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ആ ഒരു സ്പേസ് ആണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ സെറ്റ് ചെയ്തത്. ഇഫ് യു ഡൈസെക്ട് വടക്കൻ, you will find the story is all about our canvas വെച്ചിരിക്കുന്നത്. It is about something which Kerala has been trying to avoid or hide for a very long time. നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ബട്ട് there is a societal trauma that is lying behind which nobody want to address. Ultimately, if you observe Vadakan through a very dissective lens, you can see that. എൻ്റെ ഈ മൂവി തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ഫ്രെയിമിലാണ്. അത് എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാനിങ്ങിലെത്തിയത്? ആ ഒരു പ്ലാനിങ്ങിലെത്തി അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു. അതായത് ഞാനും മുന്നിച്ചേട്ടൻ ഞങ്ങൾ സ്ക്രീൻ പ്ലേ എഴുതി, ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എഴുതി. ഞങ്ങളുടെ കൊച്ചിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യും. ബട്ട് വി ആർ അണേബിൾ ടു ക്രാക്ക് ദ ക്ലൈമാക്സ് എങ്ങനെ ചെയ്യണമെന്ന്. വി കുഡ് ഡു 100 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് അത് എങ്ങനെ അത് ഇമ്പാക്ട്ഫുൾ ആക്കി മാറ്റും, ഞാനീ പറഞ്ഞ ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ഇമ്പാക്ട്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗുഡ് വേഴ്സസ് ബാഡ് ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് ഗുഡ് എന്ന് നമ്മൾ സിനിമയിൽ പറയുന്നത്, ഗുഡ് എന്ന് പറയുന്നത് എന്താ പറയുക, മനുഷ്യരും ബാഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ അയാളുടെ ഒരു ആത്മാവ്, അയാളുടെ ദുരാത്മാവ്, അതിൻ്റെ പ്രതികാരം, അതാണ് ഇതിനകത്ത് വരുന്നത്. അയാളുടെ പ്രതികാരം വളരെ വളരെ വർഷങ്ങളായിട്ട് അയാൾ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ ഒരു ഗുഡ് വേഴ്സസ് ഈവിൽ സംഭവമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബട്ട്
ഇപ്പോൾ നമ്മൾ ബിബ്ലിക്കൽ വേയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോളിവുഡിൻ്റെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരു പ്രീസ്റ്റ് വരും, മറ്റു സംഭവങ്ങളൊക്കെ ചെയ്യും, അതിനുശേഷം ദിസ് വിൽ ഗോ. അത് വി ഡിസൈഡ് വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദാറ്റ് റൂട്ട് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ വി ആർ ഡൂയിങ് ഡിസർവീസ് ടു മലയാളം സിനിമ. മലയാളം സിനിമ ഷുഡ് പുട്ട് ഫോർവേഡ് സംതിങ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വിൽ ലുക്ക് അപ്പ് ടു. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് അതെനിക്കറിയാം, നമുക്കത് മലയാളം സിനിമയിൽ മാത്രമേ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ചെയ്യാൻ പറ്റത്തില്ല. ദേ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്, ഓർ ദേ വിൽ ഓൾവേസ് വാണ്ട് ടു ഗോ ഫോർ ഏതർ ഹോളിവുഡ് അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് സിനിമകളുടെ ആ ഒരു സ്പേസിലോട്ട് അവർക്ക് പോകാൻ താല്പര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഈ ഫിലിമിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ്, അല്ലെങ്കിൽ അത് നല്ല ആത്മാവായി മാറുകയോ ദുരാത്മാവ് മാറുകയോ, ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. അയാളുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുക? അപ്പോൾ അങ്ങനെ ആ റൂട്ടിൽ ചിന്തിച്ചപ്പോഴാണ് ഒരു വേൾഡ് ഫേമസ് പെയിൻറ്റിങ്ങും ജോയച്ചിൻ പറ്റ്നീർ 15th സെഞ്ച്വറിയിൽ 1515 ചെയ്തൊരു പെയിൻറ്റിംഗ് ഉണ്ട്. ഒരു ഫെറിമാൻ ഒരു ഒരു ആത്മാവ് ഒരു റിവർ ക്രോസ് ചെയ്യുന്നൊരു പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചർ, പെയിൻറ്റിങ്ങിൻ്റെ ആർക്കിടെക്ചറാണ്. ഇറ്റ് ഇസ് വെരി വെരി പ്രിസൈസ്. അതായത് ഇഫ് യു ലുക്ക് അറ്റ് ദ ഫ്രെയിമിംഗ് ഇസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 3 പാർട്സ്. ലെഫ്റ്റിൽ ഒരു സൈഡിൽ നരകം, ഒരു സൈഡിൽ സ്വർഗം, ഒരു സൈഡിൽ നരകം, നടുക്ക് ഇൻ പ്രൊപ്പോർഷൻ ഒരു റിവർ. ഈ റിവർ ഒരു ഗ്രീക്ക് മൈത്തോളജിയിലെ റിവറാണ്, സ്റ്റിക്സ് റിവർ എന്നും പറയുന്ന റിവർ. ഈ റിവർ ക്രോസ് ചെയ്തിട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പുറത്ത് ലോകത്തെത്താൻ പറ്റും, ബി ഇറ്റ് ഹെവൻ ഓർ ഹെൽ. അപ്പോൾ അതാണ് ആ പെയിൻറ്റിങ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വടക്കനിലും ഇപ്പോൾ ഇതിനകത്ത് കീ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. അവർ എടുക്കുന്ന ഡിസിഷൻസ് അവർ അൾട്ടിമേറ്റ് ഒരു സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ബാഡ് ഈവിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയുന്നില്ല, സ്പോയിലർ കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ ആ ഡിസിഷൻ എടുക്കുന്നു, അവർ ആ സ്പിരിറ്റിനെ തോൽപ്പിക്കാനായിട്ട് അവർ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു സംഭവം. അപ്പോൾ അതിനകത്താണ് ആ ഒരു എന്താ പറയുക, ഒരു പെയിൻറ്റിങ്ങിലോട്ട് ഒരാൾ മരിച്ചതിന് ശേഷം ആ ഒരു പെയിൻറ്റിങ്ങിലോട്ട് എത്തി അയാൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് അതിനകത്തൊരു ഒരു പൊയറ്റിക് ക്ലോസിംഗ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്ഡ് us നോട്ട് ടു ഗോ ഫോർ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് എൻഡിങ്. വി നെവർ വാണ്ടഡ് ടു ഡു ദാറ്റ്. ഈസിലി നമ്മുടെ ഹീറോയ്ക്ക് എന്താ പറയുക, വേറെ എന്തെങ്കിലും കൂടെ ചെയ്തിട്ട് സ്പിരിറ്റിനെ തോൽപ്പിച്ച് കൈഡി മേടിക്കാനാണ് തിയേറ്ററിൽ നിന്നിട്ട്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ ഒബ്ജക്റ്റീവ്. വാണ്ടഡ് എ ലിറ്റിൽ മോർ പൊയറ്റിക് എൻഡിങ് ടു ദാറ്റ്. അങ്ങനെയാണ് ആ പെയിൻറ്റിങ്ങിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് സിനിമയുടെ ഫസ്റ്റ് ഫ്രെയിം ആൻഡ് ദ ലാസ്റ്റ് ഫ്രെയിം, ഈ ഫ്രെയിമും സെയിം ആണ്. ബട്ട് അതിനകത്ത് ഒരു പസിൽ ഉണ്ട്, അതിനകത്ത് ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇതിനകത്തൊരു ഫെറിമാൻ ഒരു ആത്മാവിനെയും കൊണ്ട് പോകുന്നു, ഇതിനകത്ത് നമ്മുടെ ഒരു ക്യാരക്ടർ ഈ പുഴയിൽ ആ ബോട്ട് നശിച്ച് ഇങ്ങനെ കിടക്കുന്നു. ഈ ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത്. അതർവൈസ് മോസ്റ്റ് ഓഫ് ഇറ്റ് ദ സെയിം. അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് എത്തിയത്, ആ ഒരു പൊയറ്റിക് എൻഡിങ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം. അല്ലാത്ത എൻഡിങ് 10,000 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് വി ഡിഡ്ന്റ് വാണ്ട് ടു ഡു എനി ഓഫ് ദോസ്.